വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ആനന്ദവും ആഹ്ലാദവും തിരയടിക്കുന്ന ഏറ്റവും സുന്ദരമായ ചില സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ അവിചാരിതമായി ഞാനും നിങ്ങളൊക്കെ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്ന് നാം അറിയാതെ പോലും മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ മാറ്റപ്പെടുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണെന്ന് കൂടി ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ പദവികൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒരു 56-നും 60-നും ഇടയ്ക്കുള്ള വയസ്സിൽ നിങ്ങളായിരിക്കുന്ന ഓഫീസും തൊഴിലിടവും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത്. എത്ര മികച്ചവനായാലും, എത്ര വലിയ പദവിയിലിരിക്കുന്നവനായാലും, എത്ര അക്കം ശമ്പളം വാങ്ങുന്നവനായാലും 56-നും 60-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ വിശ്രമ ജീവിതത്തിലേക്ക് നീ മാറ്റപ്പെടും. നിന്റെ ഓഫീസും നിന്റെ തൊഴിലിടവും നിന്നെ ഒഴിവാക്കാനായിട്ട് തുടങ്ങുന്നു. 65 മുതൽ 70 വരെയുള്ള വയസ്സ് വീണ്ടും ഒരു ഒഴിവാക്കലിന്റെ കാലഘട്ടമാണ്. സമൂഹം നമ്മെ ഒഴിവാക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ സഹപ്രവർത്തകരുടെ എണ്ണം കുറയും. പരിചിതരുടെ സംഖ്യ പരിമിതമായി മാറും. 65-നും 70-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ അങ്ങനെ സമൂഹം ക്രമേണ നമ്മെ ഒഴിവാക്കാനായിട്ട് തുടങ്ങും. ഒരു കാലത്ത് നിങ്ങൾ ജോലി ചെയ്തിരുന്ന തൊഴിലിടങ്ങളിലേക്ക് നിങ്ങൾ തിരികെ ചെന്നാൽ ഒരു പക്ഷെ നിങ്ങളെ അറിയുന്നവരും തിരിച്ചറിയുന്നവരുമായി ആരും തന്നെ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്കും അവർക്കുമിടയിൽ കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുകയാണ്. തലമുറ തന്നെ മാറിപ്പോയിരിക്കുന്നു. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതി തിരിച്ചു വരുന്ന പലരും പറയാറുണ്ട്, പരിചയക്കാർ ആരുമില്ല. സമപ്രായക്കാർ പലരും മറ്റെങ്ങോ മാറിപ്പോയിരിക്കുന്നു. പരിചയം പുതുക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നവരുടെ എണ്ണം തുലോം പരിമിതമാണ്. ഏതാണ്ട് ഒരു 75 വയസ്സ് പ്രായമാകുമ്പോ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, നീ ആയിരുന്ന കുടുംബത്തിൽ നിന്നും ക്രമേണ നീ ഒഴിവാക്കപ്പെടുന്നതായിട്ട് മനസ്സിലാവും. നിനക്ക് കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ഇഷ്ടം പോലെ കാണും. ഏകദേശം 75 വയസ്സാകുമ്പോ നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ, നിന്റെ മക്കളും കൊച്ചുമക്കളും നിന്നെ ഒഴിവാക്കാനായിട്ട് തുടങ്ങും. അല്പം വേദനയും നോവും തോന്നുന്ന ഒരു കാലഘട്ടമാണ്. ഒറ്റപ്പെടലിന്റെയും ഒഴിവാക്കപ്പെടലിന്റെയും വലിയ നൊമ്പരങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണത്. എന്നാൽ നിനക്ക് 80 വയസ്സ് പ്രായമാകുമ്പോ സാവകാശം ഭൂമിയും നിന്നെ ഒഴിവാക്കാനായിട്ട് തുടങ്ങും. 80 വയസ്സ് വാർദ്ധക്യത്തിന്റെ പാരമ്യതയാണെന്നൊക്കെ പറയും. എന്നാൽ 80-ഓ അതിന് മുകളിലോട്ടോ എത്ര ആരോഗ്യ ദൃഢഗാത്രനായിരുന്നാലും നിന്നെ ഒഴിവാക്കാൻ ഭൂമി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. നിന്റെ വാർദ്ധക്യത്തിൽ, ചുളിവുകളുടെ കാലഘട്ടത്തിൽ ഭൂമിയും നിന്നെ ഒഴിവാക്കാനായിട്ട് തുടങ്ങുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആയുസിന്റെ പകുതി കാലം കഴിയുമ്പോ
ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെടുന്നതിന്റെ വേദന പേറുന്നവരാണ് മനുഷ്യർ പൊതുവെ. അതുകൊണ്ട് ആശങ്കപ്പെടാതെ, ആകുലപ്പെടാതെ, അസ്വസ്ഥമാകാതെ, ഏകാന്തതയുടെ തടവുകാരനോ തടവുകാരിയോ ആയി മാറാതെ, പ്രകൃതി നിയമമാണ് മാറ്റങ്ങളെന്ന് മനസ്സിലാക്കി സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ നിരാശ നമ്മെ തളർത്തില്ല, അജ്ഞത നമ്മെ തടവറയിലാക്കില്ല. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സൗഹൃദവും നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒഴിവാക്കപ്പെടുന്നതിന്റെ വേദന ഒഴിവാക്കാനായി ചില തിരിച്ചറിവുകളെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് തിരികെ വയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ഐശ്വര്യ സമൃദ്ധമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.